ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ SNDP യോഗ നേതാക്കളുടെ അയോഗ്യത സംബന്ധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ട് രജിസ്ട്രേഷൻ IG-യുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ IG-യുടെ ഉത്തരവിനെതിരെ പ്രൊഫസർ MK സാനുമാഷ് വീണ്ടും കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വിശദമായ വാദം കേട്ട കോടതി വീണ്ടും IG രജിസ്ട്രേഷനോട് DIN നമ്പറില്ലാതെ അയോഗ്യത നിലനിൽക്കുന്ന യോഗം ഭാരവാഹികളുടെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും അയോഗ്യത സംബന്ധിച്ച് ഫെബ്രുവരി 15-നകം തീർപ്പ് കൽപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകി ഉത്തരവായിരിക്കുന്നു. അതേസമയം സമ്മർദ്ദത്തിന് വഴങ്ങി IG രജിസ്ട്രേഷൻ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാതെ കാലതാമസം വരുത്തുകയും ശേഷം ഹൈക്കോടതി ഉത്തരവ് സംബന്ധിച്ച് വിഷയം സിവിൽ കോടതിയിൽ തീർപ്പാക്കാനായി വിചിത്രമായ ഉത്തരവ് ഇറക്കുകയുമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് എത്രയും വേഗം നടപ്പാക്കുക എന്നാവശ്യപ്പെട്ടാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അഭിസംബോധന ചെയ്ത് സംസാരിച്ച അധ്യക്ഷൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രിയങ്കരനായ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് അജന്തകുമാർ അവർ ഈ യോഗത്തിന് സ്വാഗതം അർപ്പിച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ഈ മാർച്ചിന്റെ ജനറൽ കൺവീനറുമായ പുലിയൂർ G. പ്രകാശ് അവർ, യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന സഹോദര ധർമ്മവേദിയുടെ അനിഷേധ്യ നേതാക്കന്മാരായ വൈസ് ചെയർമാൻ ശ്രീ കണ്ടല്ലൂർ സുധീർ അവർ, ശ്രീ സംഘടനാ സെക്രട്ടറി ശ്രീ അലമ്പടത്ത് രാധാകൃഷ്ണൻ അവർ, സെക്രട്ടറിമാരായ ശ്രീ പന്മന സുന്ദരേശൻ അവർ, ശ്രീ KG കുഞ്ഞുകുട്ടൻ അവർ, ശ്രീ ചന്ദ്രേട്ടൻ, ശ്രീ ബിജു പുതുവൽ, മറ്റ് ജില്ലാ ഭാരവാഹികൾ, യൂണിയൻ ഭാരവാഹികൾ, ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഏറെ പ്രിയങ്കരായ ഇതിന്റെ ജീവാത്മാക്കളായ സംഘടനാ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ജനുവരി 3-ന് ഇങ്ങനെ ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നാളെ ജനുവരി 4-ന് SNDP യോഗ ഭാരവാഹികളുടെ അയോഗ്യതയെ സംബന്ധിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ബഹുമാന്യയായ രജിസ്ട്രേഷൻ IG-യുടെ മുന്നിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ അതിന്റെ ആദ്യത്തെ ഹിയറിംഗ് രജിസ്ട്രേഷൻ IG-യുടെ മുമ്പിൽ നടക്കുമ്പോൾ ലക്ഷോപലക്ഷം വരുന്ന ശ്രീനാരായണീയർക്ക് നീതി ലഭിക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകത എന്നതിനെ സംബന്ധിച്ചും ഇവിടെ സൂചിപ്പിച്ചെങ്കിലും അതിന്റെ സാരാംശം നമ്മളെല്ലാം അറിയേണ്ടതായിട്ടുണ്ട്. SNDP യോഗമെന്ന മഹാപ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ ആത്മതേജസ്സിൽ പടുത്തുയർത്തി ഈഴവരാതി പിന്നോക്ക സമുദായത്തിന് ഭൗതികമായ ഉന്നമനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങി വച്ചതാണ്. 1903-ൽ ഗുരു ദീപം കൊളുത്തി ഈ സമൂഹത്തിനൊന്നാകെ നവോത്ഥാന പ്രക്രിയയിലൂടെ SNDP യോഗത്തിന്റെ മുൻകാല നേതാക്കന്മാർ ഉണ്ടാക്കി
അധ്വാന പ്രക്രിയയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. കുടുംബാധിപത്യവും സ്വജനപക്ഷപാതവും കൊണ്ട് SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തെ ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കിയിരിക്കുകയാണ്. SNDP യോഗം ഒരു നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം. ആ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ മിനിമം അതിന്റെ രജിസ്ട്രേഷൻ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു യോഗ നേതൃത്വമാണ് ഇന്ന് SNDP യോഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. SNDP യോഗമെന്ന ഈ നോൺ ട്രേഡിംഗ് കമ്പനി വർഷാവർഷങ്ങളിൽ നൽകേണ്ട ആനുവൽ റിട്ടേൺ പോലും സമർപ്പിക്കാതെ SNDP യോഗത്തിന്റെ രജിസ്ട്രേഷൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം അത് വളരെ വലിയ ഒരു വിപത്തിലാണ് ഇന്ന് എത്തിച്ചേർന്നു നിൽക്കുന്നത്. അതിന് മാറ്റം വരുത്തുക, SNDP യോഗത്തെ നേരായ ദിശയിലേക്ക് നയിക്കുക എന്നുള്ള ആവശ്യവുമായി SNDP യോഗത്തിന്റെ ഭാരവാഹികളായിരിക്കുന്നവർക്ക് ഈ പ്രവർത്തനത്തിലൂടെ, അതായത് നമ്മുടെ IGO രജിസ്ട്രാർക്ക് വർഷാവർഷം നൽകേണ്ട കണക്കുകൾ, നമുക്കറിയാം ഒരു കമ്പനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വർഷാവർഷം വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് രജിസ്ട്രാറുടെ മുമ്പാകെ സമർപ്പിക്കണം എന്നുള്ളത്. എന്നാൽ SNDP യോഗം 2014 മുതൽ ഇത്തരത്തിൽ കണക്കുകൾ സമർപ്പിക്കാതെ കിടക്കുകയാണ്. അതുകൊണ്ട് എന്ത് ഭവിഷ്യത്താണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. തുടർച്ചയായി 3 വർഷം റിട്ടേൺ സമർപ്പിക്കാത്ത ഏതൊരു കമ്പനിയും തുടർന്ന് വരുന്ന 5 വർഷക്കാലത്തേക്ക് അതിൽ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുന്ന എല്ലാ ഡയറക്ടർമാരും അയോഗ്യരായി മാറും, ഓട്ടോമാറ്റിക്കലി അയോഗ്യരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 184ഓളം വരുന്ന SNDP യോഗത്തിന്റെ ഡയറക്ടർമാർ ഇപ്പോൾ അയോഗ്യത ഏറ്റ് പുറത്തായി നിൽക്കുന്നവരാണ്. എന്നാൽ നേരത്തെ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള, നിയമത്തിനും അതീതരാണ് ഞങ്ങൾ എന്നുള്ള രാഷ്ട്രീയത്തോടുകൂടി ഇന്നും SNDP യോഗത്തിന്റെ ഭരണ സാരഥ്യത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും. അതേപോലെ തന്നെ SNDP യോഗത്തിലൊന്നല്ല, ഏത് കമ്പനിയിലും ഒരാൾ ഡയറക്ടറായി വരണമെങ്കിൽ അവർക്ക് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ തീർച്ചയായും ഉണ്ടായിരിക്കണം. വിചിത്രമെന്ന് പറയട്ടെ, SNDP യോഗത്തിന്റെ ഡയറക്ടർമാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇത്തരത്തിലുള്ള നമ്പർ ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ സത്യം. അപ്പൊ ഈ 2 കാരണത്താൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്തതിനാലും കമ്പനിയുടെ എല്ലാ വർഷവും നൽകേണ്ട റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണത്താലും കമ്പനി നിയമം സെക്ഷൻ 164, 167 എന്നുള്ള സെക്ഷൻ അനുസരിച്ച് SNDP യോഗത്തിന്റെ ഭാരവാഹികളെല്ലാം തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നവരാണ്. ഇവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെതിരെ ശ്രീനാരായണ സമൂഹത്തിന്റെ, കേരളത്തിന്റെ സാംസ്കാരിക നായകൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അക്ഷരഗുരു സാനുമാഷ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ SNDP യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അറുതി വരുത്തണം എന്നുള്ള പ്രത്യാശയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. 92 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സാനുമാഷിന് മറ്റ് യാതൊരു താല്പര്യവുമില്ല. ശ്രീനാരായണ ഗുരു ദർശനം സമൂഹത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് സാനുമാഷിന്റെ അന്ത്യ അഭിലാഷമായിട്ടിരിക്കുന്നത്. ആ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ബഹുമാന്യനായ സാനുമാഷ്
ഭാരവാഹികൾ മേൽപ്പറഞ്ഞ 2 കാരണങ്ങളാൽ അവർക്ക് ഡിന്നില്ല എന്നുള്ളത് കൊണ്ടും സമയാസമയങ്ങളിൽ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും SNDP യോഗം ഭാരവാഹികൾ അയോഗ്യരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഈ അയോഗ്യത നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഹൈക്കോടതിക്കല്ല. ഇത് നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായതിനാൽ, ഒരു സ്ഥാപനമായതിനാൽ അത് ചെയ്യാനുള്ള കടമ എന്ന് പറയുന്നത് IGO രജിസ്ട്രാറിൽ നിക്ഷിപ്തമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇവരുടെ അയോഗ്യതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന IGO രജിസ്ട്രാർക്ക് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ നമുക്കറിയാം SNDP യോഗം കഴിഞ്ഞ 26 വർഷമായിട്ട് അതിന്റെ അധികാരം കയ്യിൽ പിടിച്ചിരിക്കുന്ന, അതിന്റെ സ്വത്തുവകകൾ കട്ടുമുടിച്ച് സമൂഹത്തെ ഒന്നാകെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ കുൽസിത ശ്രമങ്ങളിൽ പെട്ട് പല ആളുകളുടെയും അതിന്മേലുള്ള കടന്നുകയറ്റം കൊണ്ട് ഇത്തരത്തിലുള്ള അന്ന് ഹൈക്കോടതി ഇട്ട ഉത്തരവിനെ അല്ലെങ്കിൽ ആ കൊടുത്ത ഡയറക്ഷനെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്ത് പറഞ്ഞുകൊണ്ടാണ് അട്ടിമറിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമ്പനി രജിസ്ട്രാറാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കമ്പനി രജിസ്ട്രാർക്ക് കൊടുത്തപ്പോൾ കമ്പനി രജിസ്ട്രാർ അതിൽ കണ്ടെത്തിയത് ഇത് കമ്പനി രജിസ്ട്രാർ അല്ല ചെയ്യേണ്ടത്, ഈ ഓർഡർ നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ ഈ അയോഗ്യത ഇന്മേൽ തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോർട്ടാണെന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ആ ഉത്തരവിനെ തിരിച്ചുവയ്ക്കുകയാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ അക്ഷരഗുരുവായ സ്ഥാനമാഷ് ഈ നീതി നിഷേധത്തിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഹൈക്കോടതി ബഹുമാന്യനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവരുടെ ബെഞ്ചിൽ ഈ കേസ് എത്തുകയും അദ്ദേഹം വീണ്ടും ഇത് വിശദമായി പരിശോധിക്കുകയും അതിനുശേഷം ഇപ്പോൾ സുപ്രധാനമായ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുക. ആ ഓർഡറിന്മേലാണ് നമുക്ക് നീതി നിഷേധിക്കപ്പെട്ട കാര്യത്തിൽ വീണ്ടും നീതി ഉറപ്പാക്കേണ്ടത് അനിവാര്യമായതിനാൽ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നോക്ക സമുദായക്കാരുടെ രക്ഷകരായി മാറേണ്ട നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം, മഹബൂബാല പ്രക്രിയയ്ക്ക് അദ്ദേഹം വളരെ വലിയ മാനമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കേരള സമൂഹത്തിന് ശ്രീനാരായണീയർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മഹബൂബാല പ്രക്രിയ എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ പണിയെടുത്ത് മാറ്റി എഴുതുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഗവൺമെന്റിന് കഴിയും. ആ ഗവൺമെന്റിന്റെ മുന്നിലൂടെ നമ്മൾ ഇതിലൂടെ വെക്കുന്ന ഒരാവശ്യം കൂടിയാണ് SNDP യോഗത്തിന്റെ അയോഗ്യരായ ഭാരവാഹികളെ പുറത്താക്കുക എന്നുള്ളത്. അങ്ങനെ അവരെ പുറത്താക്കണമെങ്കിൽ തീർച്ചയായിട്ടും IGO രജിസ്ട്രേഷന്റെ മുമ്പിലുള്ള ഈ ഓർഡറിന്മേൽ വിശ്വാസയോഗ്യമായ നീതിപൂർവമായ സത്യസന്ധമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് വേണ്ടത്. അതിന് ഗവൺമെന്റിന്റെയും ഈ രജിസ്ട്രേഷൻ വകുപ്പിന്റെയും സഹായം ഇവിടുത്തെ ശ്രീനാരായണീയ സമൂഹത്തിന് ആവശ്യമായുണ്ട്. വരുംകാലങ്ങളിൽ
SNDP യോഗത്തിന്റെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി ഇനിയും നമ്മൾ മരണം വരെയും ഇത്തരത്തിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഇവിടെ നീതി നിഷേധിക്കുവാൻ പാടില്ല. നീതി എല്ലാവരെയും സമന്മാരായി കാണണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ടു തരത്തിലുള്ള നടപടികൾ സാധാരണക്കാരന് ഒരു നിയമവും അധികാരവും പണവുമുള്ളവർക്ക് മറ്റൊരു നിയമവും നടപ്പിലാക്കുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് SNDP യോഗത്തിലെ മുൻകാല നേതാക്കന്മാർ ചെയ്തിട്ടുള്ളതുപോലെ ധീരമായ സമര പരിപാടികളിലൂടെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ. അപ്പോൾ അത്തരത്തിൽ നീതിയുടെ വെളിച്ചം നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹുജന മാർച്ചിൽ പങ്കെടുത്ത എല്ലാ ശ്രീനാരായണീയരായ നമ്മുടെ നേതാക്കന്മാർക്കും എല്ലാവിധ പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഗുരുകർമ്മൻ. ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. ഊർജ്ജസ്വലനായ ജനറൽ സെക്രട്ടറി, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ്, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സമാരാധ്യരായ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ, പ്രിയമുള്ള സമരഭടന്മാരെ, ഇങ്ങനെ വഞ്ചിയൂരില് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ, IG ഓഫ് രജിസ്ട്രേഷൻ, ഈ ഓഫീസിന് മുമ്പിൽ കേരളത്തിലെ SNDP യോഗത്തിന്റെ പ്രവർത്തകര് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ബാനറിൽ ഇങ്ങനെ ഒരു സൂചനാ സമരം നടത്തുവാൻ ഇടയായ സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ അറിവുള്ളതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. IG ഓഫ് രജിസ്ട്രേഷൻ എന്നത് കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ IG എന്നാണെങ്കിലും നോൺ ട്രേഡിംഗ് കമ്പനി നിയമത്തിലുള്ള സെക്ഷൻ 8 പറയുന്ന നോൺ ട്രേഡിംഗ് കമ്പനി, ആ നോൺ ട്രേഡിംഗ് കമ്പനികളുടെ സംസ്ഥാനത്തെ രജിസ്ട്രാർ എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ എന്ന് പറയുന്ന ഔദ്യോഗിക ചുമതല കൂടി വഹിക്കുന്നയാളാണ് IG ഓഫ് രജിസ്ട്രേഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ കൂടിയായ IG ഓഫ് രജിസ്ട്രേഷന്റെ മുൻപിൽ ഇങ്ങനെ ഒരു സമരം നടത്തുവാൻ, ഒരു സൂചനാ സമരം നടത്തുവാൻ നമ്മൾ നിർബന്ധിതരായത്. വർക്കിംഗ് ചെയർമാൻ ശ്രീ അജിന്ദ്കുമാർ സാർ അവർ ഈ ധർമ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ടിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാർ ഉടൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ യോഗം, ഈ മാർച്ച് ധർമ്മയിൽ GP ജംഗ്ഷനിൽ നിന്നും നമ്മളെ നയിച്ചുകൊണ്ട്, നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീനാരായണ സഹോദര വേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അവർ. ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്.